വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2024-25 നടന്നിട്ടുള്ള 10th പ്രിലിംസ് എക്സാമിൽ ചോദിച്ച ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സും ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. തെറ്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. ശരിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ 1809 വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമി. കൂടാതെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടന ഏതാണ്? സമത്വ സമാജം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കുവാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുടേതാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് ഏത് പ്രയോഗത്തിലൂടെയാണ് വൈകുണ്ഠസ്വാമികൾ പ്രകടിപ്പിച്ചത്? വെണ്ണീജ ഭരണം. വൈകുണ്ഠസ്വാമികളുടെ ജനനം 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ്. അദ്ദേഹം മരിച്ചത് 1851 ജൂൺ 3 കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്നത് മുടി ചൂടും പെരുമാൾ എന്നാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 1851 മരുത്താമലയിലാണ് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ചാന്നാർ ലഹളയ്ക്ക് അഥവാ മേൽമുണ്ട് സമരത്തിന് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനം നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ വൈകുണ്ഠസ്വാമികൾ എതിർത്തു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ആരംഭിക്കുന്നത്. എന്നാണ് 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ആരംഭിക്കുന്നത്. സമപന്തി ഭോജനം നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാരാണ്? തൈക്കാട് അയ്യാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന വചനമാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്, മനുഷ്യന്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ടും അരുൾനൂലും. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ. വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അയ്യാവഴി എന്നാണ്. വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അയ്യാവഴി. വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടനയാണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടന ഏതാണ്? വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നത് 1812 ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചത്. തെറ്റാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ശരിയാണ്. കുറിച്യ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. കുറിച്യ കലാപം നടക്കുന്നത് എവിടെയാണ്? വയനാട്. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. കുറിച്യ കലാപം നടത്തിയ വയനാട്ടിലെ ഗോത്ര ജനത ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പ്രരും. 1812 കുറിച്യ കലാപം നടക്കുന്നത്. 1812 നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്.
1812 കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവാരാണ്? രാമൻ നമ്പി. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന TH വേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപ സമയത്ത് തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആരായിരുന്നു? TH വേബർ ആണ്. അദ്ദേഹം കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്യ കലാപം. കലാപം നടന്നത് 1812 മാർച്ച് 25 വയനാട്ടിലാണ്. കലാപം അവസാനിച്ചത് 1812 മെയ് 8 കലാപം അടിച്ചമർത്തിയതാരാണ്? കേണൽ ഡയറാണ്. കുറിച്യ കലാപം അടിച്ചമർത്തിയതാരാണ്? കേണൽ ഡയർ. കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവാണ് രാമൻ നമ്പി. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. കുറിച്യ കലാപത്തിന് കാരണമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. തെറ്റാണ്. 1924 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ശരിയാണ്. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലാണ്, കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മലബാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അൽ അമീൻ പത്രം ആരംഭിച്ചത് 1924 ഒക്ടോബർ 12 കോഴിക്കോട് നിന്നാണ്. ഈ പത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, കോൺഗ്രസ്, ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയവ ശക്തിപ്പെടുത്തുക, മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തുക എന്നതൊക്കെയാണ്. ഈ പത്രം നിരോധിക്കാൻ കാരണമായത് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ നിലപാട് കാരണമാണ് മദ്രാസ് സർക്കാർ അൽ അമീൻ പത്രം നിരോധിച്ചത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും: ഹിന്ദു സ്വദേശി മിത്രം പത്രം നേതൃത്വം നൽകിയത് G. സുബ്രഹ്മണ്യൻ അയ്യരാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റുവുമാണ് നേതൃത്വം നൽകിയത്. ബോംബെ സമാചാർ ഫർദുർജി മർസാബാനാണ് നേതൃത്വം നൽകിയത്. കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ് നേതൃത്വം നൽകിയത്. ബംഗാളി പത്രം സുരേന്ദ്രനാഥ് ബാനർജിയാണ് നേതൃത്വം നൽകിയത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ് നേതൃത്വം നൽകിയത്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് നേതൃത്വം നൽകിയത്. ന്യൂ ഇന്ത്യ കോമൺവെൽ മിസസ് ആനി ബസന്റ് ആണ് നേതൃത്വം നൽകിയത്. യങ് ഇന്ത്യ ഹരിജൻ പത്രം മഹാത്മാഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് നേതൃത്വം നൽകിയത്. വന്ദേമാതരം പത്രം ലാല ലജ്പത് റായ് ആണ് നേതൃത്വം നൽകിയത്. നേഷൻസ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? 1921 മലബാർ കലാപം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 1964 ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, 1988 അതിർത്തി ഗാന്ധിയുടെ മരണം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അടുത്ത ചോദ്യം: 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1937. തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ച വർഷം എന്നാണ്? 1937. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ക്ഷണിക്കപ്പെട്ട പ്രശസ്ത ശാസ്ത്രജ്ഞനാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ക്ഷണിക്കപ്പെട്ട പ്രശസ്ത ശാസ്ത്രജ്ഞനാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ടും മാറിയ വർഷം എന്നാണ്? 1957. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറിയ വർഷം 1957. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ജോൺ മത്തായി. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ജോൺ മത്തായി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാന ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ ഗാന്ധിജി ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചുമന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി പറഞ്ഞത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും കസ്തൂർബാ ഗാന്ധിയെയും പാർപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് പാർപ്പിച്ചത്. ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് ഇതേപോലെ പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ്. ഈ ജയിൽവാസത്തിനിടയ്ക്ക് 1944 ഫെബ്രുവരി 22 കസ്തൂർബാ ഗാന്ധി മരിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെയുണ്ടായിട്ടുള്ള ജയിൽവാസത്തിൽ കസ്തൂർബാ ഗാന്ധി മരിച്ചതെന്നാണ്? 1944 ഫെബ്രുവരി 22. ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരവും നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒളിവിൽ നിന്നുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനും. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലിയെ. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടെങ്ങും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായിട്ട് മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചതെന്നാണ്? 1942 ഓഗസ്റ്റ് 9. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, MV കുട്ടിമാളു അമ്മ. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി. ദൈവദശകം, നവമഞ്ജരി, ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ദൈവദശകം, നവമഞ്ജരി, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദർശനമാല തുടങ്ങിയ കൃതികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ. ആത്മാനുതാപം, അനസ്താസിയുടെ രക്തസാക്ഷ്യം, നളാഗമങ്ങൾ തുടങ്ങിയവയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതികൾ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ തുടങ്ങിയ കൃതികളാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ തുടങ്ങിയ കൃതികളാണ് വൈകുണ്ഠസ്വാമികളുടേത്.
രാമായണം പാട്ട്, എൻ്റെ കാശിയാത്ര, പഴനി വൈഭവമാണ് തൈക്കാട് അയ്യയുടെ കൃതികൾ. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. രാധാകൃഷ്ണൻ കമ്മീഷൻ ശരിയാണ്. രംഗനാഥ മിശ്ര കമ്മീഷൻ തെറ്റാണ്. കോത്താരി കമ്മീഷൻ ശരിയാണ്. മുഖർജി കമ്മീഷൻ തെറ്റാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ലക്ഷ്യം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC രൂപീകരിക്കണം എന്നതായിരുന്നു പ്രധാന ശുപാർശകൾ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ലക്ഷ്യം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം എന്നതൊക്കെയായിരുന്നു പ്രധാന ശുപാർശകൾ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 വന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ലക്ഷ്യം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നതൊക്കെയായിരുന്നു ശുപാർശകൾ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 വന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ലക്ഷ്യം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നതൊക്കെയായിരുന്നു ശുപാർശകൾ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വന്നത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശമായിരുന്നു ലക്ഷ്യം. 10-2-3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതായിരുന്നു പ്രധാന ശുപാർശകൾ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വന്നത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശമായിരുന്നു പ്രധാന ലക്ഷ്യം. 10-2-3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതായിരുന്നു പ്രധാന ശുപാർശകൾ. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.